കേരളത്തിലെ സമസ്തയെയും കേരളത്തിലെ മുജാഹിദുകളെയും അവർ രണ്ടുപേരുടെ സ്വഭാവത്തെ പറയുന്ന ഒരു ഖുർആനിന്റെ വചനം. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. കേട്ടോളിട്ടോ. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 45-ാമത്തെ വചനം. വൈദാ ദുഖിറല്ലാഹു വഹ്ദഹു. ശരിക്ക് ചിന്തിച്ചോളണം. അള്ളാന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ്, മുജാഹിദുകളുടെ ഏതെങ്കിലും ഒരു കിതാബ് എന്നല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ എടുത്തോ. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ പള്ളിയിലോ കവലയിലോ മദ്രസയിലോ എവിടെങ്കിലും ഇരുന്നിട്ട് ഈ ഖുർആനിക വചനം എടുക്ക്. എന്നിട്ട് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളെ പറ്റിയാണോ അള്ള പറയുന്നത്, ഞങ്ങളെ പറ്റിയാണോ അള്ള പറയുന്നത്? ആ ഖുർആനിക വചനം എന്താ അറിയോ? അള്ളാഹുവിനെ പറ്റി മാത്രമായി പ്രസ്താവിക്കപ്പെട്ടാൽ, എന്ത് അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയപ്പെട്ടാൽ, നേർച്ച അള്ളാഹുവിന് മാത്രം എന്ന് പറയപ്പെട്ടാൽ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അസഹ്യത അനുഭവപ്പെടുന്നു. ഒന്നുകൂടെ കേട്ടോളണം. അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പറഞ്ഞാൽ കോപിക്കുന്ന, ദേഷ്യം പിടിക്കുന്ന, ഖണ്ഡനം നടത്തുന്ന, സ്റ്റേജ് കയ്യേറുന്ന, പോസ്റ്റർ കീറുന്ന ഒരു വിഭാഗം ആളുകളെ നിങ്ങൾക്ക് കാണാം. തീർന്നില്ല. അടുത്തത് എന്താ അറിയോ? വൈദാ ദുഖിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബശിറൂൻ. അള്ളാന്റെ കൂടെ CM മടവൂരിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ, മൊയ്തീൻ ശൈഖിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കതാ AP ആകുന്നു. ഒന്നുകൂടി ഇന്റെ ഭാഷയെ പറഞ്ഞാൽ APകൾക്കതാ ഹാപ്പി ആകുന്നു എന്ന് റബ്ബ്. ഞാൻ ചോദിക്കുന്നു, ഈ ഖുർആനിക വചനം ആരെ പറ്റിയ? അള്ളാന്റെ ഖുർആനിൽ ഈ വചനം എങ്ങനെ നമ്മൾ ഒഴിവാക്കും? ഈ വചനം കേരളത്തിൽ ഏത് മുസ്ലിം സമുദായത്തെ കുറിച്ചാ? അള്ളാനെ മാത്രമേ വിളിക്കൂ. അത് ഇബ്ലീസിന്റെ വാദാണ്. നജീബ് പറയുന്നു ഇബ്ലീസിന്റെ വാദാണ്. കാന്തപുരം പറയുന്നു ഇബ്ലീസിന്റെ വാദാണ്. പൊന്മള എഴുതി വെക്കുന്നു ഇബ്ലീസിന്റെ വാദാണ്. വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്നതിൽ ആശിൻ നഈമി എഴുതി വെക്കുന്നു ഇബ്ലീസിന്റെ വാദാണ്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാനെ മാത്രം, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ, നോക്കൂ നിങ്ങൾ, കീലത്ത് മുഹമ്മദ് മാഷ് പറയാൻ, മൊറാർജിക്കൊരു മൂത്രവും മുജാഹിദ് വഹാബിക്കൊരു മാത്രവും. ആർക്കവിടെ ദേഷ്യം പിടിച്ച്? ഇനി അടുത്ത വാചകം എന്താ നോക്കൂ. അടുത്ത വാചകം എന്താ? അല്ലാഹുവിന് പുറമെ വൈദാ ദുഖിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബശിറൂൻ. അല്ലാഹുവിന്റെ കൂടെ മൊയ്തീൻ ശൈഖിനെ വിളിക്കുക എന്ന് പറഞ്ഞു നോക്ക്. ഓക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇനി എന്റെ ചോദ്യം, വിനീതമായ ചോദ്യം, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾക്ക് ദേഷ്യം പിടിക്കാറുണ്ടോ? ഉണ്ടോ? അതോ സന്തോഷിക്കാറുണ്ടോ മുജാഹിദുകൾ? പറ, മുജാഹിദുകൾ സന്തോഷിക്കാറുണ്ടോ? ഉണ്ട്. പ്രാർത്ഥന അള്ളാഹിനോട് ആകാം, മൊയ്തീൻ ശൈഖിനോട് ആകാം എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കാ സന്തോഷം? പറഞ്ഞോളി, ആർക്കാ സന്തോഷം? എങ്കിൽ ഈ ഖുർആനിക വചനപ്രകാരം ആരാണ് പഴിച്ചത്? ഈ ഒരൊറ്റ ഖുർആൻ വചനം കേട്ടിട്ടും AK സുന്നയായിട്ട് തുടരുകയാണോ? ഹിദായത്തിന്റെ സാധ്യത പടച്ചോന്റെ കയ്യിലാണ് അർത്ഥം. ഒരു രക്ഷയില്ല. കാരണം അത്ര ക്ലാരിറ്റി വരുത്തി ഇങ്ങനെ ഒരു, ഞാൻ പറയും ഖുർആനിൽ വേറൊരു വചനവും വേണ്ട തൗഹീദ് മനസ്സിലാക്കാൻ. തൗഹീദ് മനസ്സിലാക്കാൻ ഇനി എന്തിനാ വേറെ വചനം? ചിന്തിക്ക്.